ഹായ് എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മാത്തമാറ്റിക്സിലെ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കാൽക്കുലസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കാൽക്കുലസ്, മാത്തമാറ്റിക്സിലെ കാൽക്കുലസ്, അതായത് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഡിഫറൻസിയേഷന്, പിന്നെ ഇൻ്റഗ്രേഷന്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷന്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെ കാൽക്കുലസിൻ്റെ ഒരു 5-6 ചാപ്റ്റർ കാൽക്കുലസ് ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നായിരിക്കും നമ്മുടെ ബോർഡ് എക്സാമിനുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ്. ഒരു 70%, ഒരു 60 or 70% ക്വസ്റ്റ്യൻ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് 5-6 ചാപ്റ്റർ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ കാൽക്കുലസിൻ്റെ ഇൻട്രൊഡക്ഷനാണ്, ബേസിക്സ് ആണ്. അപ്പോൾ ഇത് പഠിച്ചാൽ, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഡിഫറൻസിയേഷൻ പഠിച്ചാൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ? ഇൻ്റഗ്രേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ പഠിച്ചാൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിക്കാൻ കഴിയുള്ളൂ. അതുതന്നെ പിന്നെ വേറെ ചാപ്റ്റർ കൂടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻ്റഗ്രേഷനും വേണം, ഡിഫറൻസിയേഷനും വേണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മക്കൾ മനസ്സിലാക്കുക. ബേസിക്സ് ആട്ടോ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പോൾ ഞാനേ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് കണ്ടിന്യൂറ്റി ഓഫ് എ ഫങ്ഷൻ, ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിലുള്ള മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ പറയാൻ പോവാണ്. അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്ങും ഞാൻ പറഞ്ഞുതരാം. വെറുതെ നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കേണ്ട, കറക്റ്റ് മീനിങ് അറിഞ്ഞ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരു പോയിന്റിൽ നോക്കിയേ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി continuous at x equal to a. If f of x is said to be continuous at x equal to a, ഈ x equal to a എന്ന് പറയുന്ന പോയിന്റിൽ f of x കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിലുള്ള മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, LHL of a is equal to RHL of a is equal to f of a. ഈ ഒറ്റൊരു ഡെഫിനിഷൻ പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് 3-4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു ഫങ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിലുള്ള മാത്തമാറ്റിക്കൽ ഡെഫിനിഷനാണ് LHL of a equal to RHL of a equal to f of a. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് എന്താ പറഞ്ഞുതരാം. നോക്കിയേ, LHL of a is equal to RHL of a എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഈ LHL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആട്ടോ, RHL എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അതായത് LHL of a equal to RHL of a, ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. നമ്മൾ ഫസ്റ്റ് ഇയർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ ആ പോയിന്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ LHL of a equal to RHL of a എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. അതിനർത്ഥം അവിടെ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ലിമിറ്റ് ഉണ്ട് കേട്ടോ. LHL of a equal to RHL of a എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ട്. ഇനി ഈ ലിമിറ്റിംഗ് വാല്യൂ, ഇവിടെ ഉള്ള ഈ ലിമിറ്റിംഗ് വാല്യൂ ഉണ്ടല്ലോ, ആ പോയിന്റിലുള്ള, ഇവിടെ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഫങ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആവണം. അതായത് എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫങ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മക്കളെ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫങ്ഷൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഒരു ഫങ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ ആദ്യം ബേസിക്കലി അവിടെ എന്തുണ്ടാവണം? ലിമിറ്റ് ഉണ്ടാവണം. ലിമിറ്റ് എപ്പോഴും ഉണ്ടാവുക? LHL ഓഫ് ദാറ്റ് പോയിന്റ്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ LHL ഓഫ് എ ഈക്വൽ ടു RHL ഓഫ് എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ടായി. ലിമിറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ഇവിടെ LHL ഓഫ് എ ഈക്വൽ ടു RHL ഓഫ് എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിംഗ് വാല്യൂ ഉണ്ടാവും, 2 or 3 or 4 എന്താണോ ആ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഉണ്ടല്ലോ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫങ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആവണം.
എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ്. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ്. അപ്പൊ നോക്കിയേ, ബി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ എന്താ, എൽ എച്ച് എൽ ഓഫ് ബി ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് ബി. ഇതാണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ഇനി എന്തുകൊണ്ട് അവർ ഇങ്ങനെ പറയുന്നു നോക്കിയേ, ഇതിന്റെ മീനിങ് ഒക്കെ എന്താണ്, ജോമെട്രി വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. എൽ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാലേ കണ്ടിന്യൂസ് ആകുള്ളൂ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ ആയാൽ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ കണ്ടിന്യൂസ് ആകുള്ളൂ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബേസിക്കലി നമ്മൾ കണ്ടിന്യൂസ് എന്താ മനസ്സിലാക്കണം. കണ്ടിന്യൂസ് നോക്കിയേ, ജോമെട്രിക്കലി എനിക്ക് പറയാൻ പറ്റും. കണ്ടിന്യൂസിന്റെ മലയാളം എന്താ? തുടർച്ച അല്ലേ? അതായത് ഒരു ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണെങ്കിൽ നോക്കിയേ, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ എന്തുണ്ടാവില്ല? ബ്രേക്ക് ഉണ്ടാവില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അവിടെ എന്തുണ്ടാവില്ല? ബ്രേക്ക് ഉണ്ടാവില്ല. ഓക്കെ, സപ്പോസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഈ ഡോട്ട് പറഞ്ഞാൽ ബ്രേക്ക് പോയിന്റ് ആട്ടോ. ഇതെന്താണ്? കണ്ടിന്യൂസ് അല്ല. കാരണം എന്താണ്? ഇവിടെ ബ്രേക്ക് വന്നു. ബ്രേക്ക് വന്നാൽ കണ്ടിന്യൂസ് അല്ല. ബ്രേക്ക് ഇല്ലാണ്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സപ്പോസ് ചിലപ്പോൾ ഗ്രാഫുകളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കാരണം ചിലപ്പോൾ എന്തായിരിക്കാം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, എന്താ മക്കളെ, ഇൻഡിജർ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ, സ്റ്റെപ്പ് ഫംഗ്ഷൻ ഒക്കെ അല്ലേ? എന്താ മക്കളെ, ഓരോ ഇൻഡിജറിലും ഇങ്ങനെ എന്താണ് മാറിക്കൊണ്ടേയിരിക്കുന്നില്ലേ മക്കൾ? ഇവിടെ ഒക്കെ എന്ത് വന്നു? ഗ്യാപ്പ് വന്നില്ലേ? ഓരോ ഇൻഡിജറിലും ഗ്യാപ്പ് വന്നില്ലേ? അപ്പോൾ നമുക്ക് ജോമെട്രിക്കലി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ആ ഫംഗ്ഷൻ്റെ ജോമെട്രി വരച്ചാൽ, കർവ് വരച്ചാൽ അതിന് മക്കളെ എന്താണ്, ബ്രേക്ക് പോയിന്റ് ഉണ്ടോ നോക്കുക. ബ്രേക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. ബ്രേക്ക് ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് മാത്തമാറ്റിക്കലി പറയാണ് എൽ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഉണ്ടാവാൻ പറ്റൂല എന്ന് മാത്തമാറ്റിക്കലി പറയാണ് എൽ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ. ഓക്കെ, സപ്പോസ് ഇനി ഒന്നും കൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൽ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. നമ്മൾ വെറുതെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണ്ട, ഇതിൻ്റെ മീനിങ് അറിഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് എൽ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ, സപ്പോസ് നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറാ. എപ്പോൾ ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 2. ഓക്കെ, 6 ആണ്. എപ്പോൾ ഇഫ് എക്സ് ഈക്വൽ ടു 2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 2. 6 ആണ്. എക്സ് ഈക്വൽ ടു 2. ഓക്കെ, നമുക്ക് ഇത് 2വിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ ചെക്ക് ചെയ്യണം കേട്ടോ. 2വിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ ചെക്ക് ചെയ്യണം. എപ്പോഴാണ് 2വിൽ കണ്ടിന്യൂസ് ആവുക? എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എൽ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ ആവണം. അപ്പോൾ 2വിൽ കണ്ടിന്യൂസ് ആവണമെങ്കിലോ, 2വിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എൽ എച്ച് എൽ ഓഫ് 2 ഈസ് ഈക്വൽ ടു എന്താണ്? ആർ എച്ച് എൽ ഓഫ് 2 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2 ആണെങ്കിൽ 2വിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കി, നമ്മൾ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ കർവ് വരയ്ക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് ഞാൻ മാത്തമാറ്റിക്കലി ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ജോമെട്രിക്കലി പ്രൂവ് ചെയ്ത് തരാം. ഈ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ജോമെട്രിക്കലി പ്രൂവ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും കോൺസെപ്റ്റ് കിട്ടുക. നല്ലോണം ശ്രദ്ധിക്കണം, നല്ല മനസ്സിലാവുള്ളൂ കേട്ടോ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, സപ്പോസ് 1 2 3 4 അങ്ങനെ പോകുന്നു. ഇവിടെ എന്താ മക്കളെ, 1 2 3 4 5 6 അങ്ങനെ ഇവിടെ -1 -2 അങ്ങനെ പോകുന്നു. താഴേക്കൊന്നും ഉണ്ടാവും, -1 -2 അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം നോക്കി, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറാ. എക്സ് നോട്ട് ഈക്വൽ ടു 2. എക്സിന് 2 അല്ലാത്ത എന്ത് കൊടുത്താലും മക്കളെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ കോണിക് സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ മക്കളെ എന്താണ്? ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറഞ്ഞ മക്കളെ എന്താണ്? ഒരു പരാബോളിക് ഇക്വേഷൻ അല്ലേ? അതായത് അവൻ്റെ അപ്രോക്സിമേറ്റ് ഷേപ്പ് ഇങ്ങനെ വരില്ല മക്കളെ. അപ്രോക്സിമേറ്റ് ഷേപ്പ് ഇങ്ങനെ പോവും. എപ്പോൾ എക്സ് സ്ക്വയർ മാത്രം ഉള്ളെങ്കിൽ. പക്ഷെ എന്താ മക്കളെ,
നോക്കിയേ എക്സ് എക്സാക്ട്ലി 2 ആവുമ്പോൾ നിങ്ങൾ എക്സിന് 2 കൊടുത്ത ഫംഗ്ഷന്റെ വാല്യൂ എന്താ മക്കളെ? ഇത് പ്രകാരം 4 വരണം. നോക്കിയേ എക്സ് നോട്ട് ഈക്വൽ ടു 2, ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 2 അല്ലാത്തപ്പോഴാണ് മക്കളെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ. എക്സ് ഈക്വൽ ടു 2 ആവുമ്പോഴാണ് മക്കളെ 6. അപ്പോൾ 2 മക്കളെ എന്താണ് ഇവിടെ ഫംഗ്ഷന് എക്സാക്ട് വാല്യൂ എന്താ? ഈ ഇക്വേഷൻ പ്രകാരം 2 സ്ക്വയർ 4 വരണം, എന്നാലേ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കർവ് പോകുള്ളൂ. പക്ഷേ 2 ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? നോക്കിയേ 4 അല്ല. നോക്കിയേ 2 ഫംഗ്ഷന്റെ വാല്യൂ എന്താ? എക്സ് ഈക്വൽ ടു 2. 2 ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആട്ടോ. അപ്പോൾ 2 എന്താ മക്കളെ? ഫംഗ്ഷന്റെ വാല്യൂ മക്കളെ 6 ആണ്. ഇവിടെയാണ് 2 ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടാവുക. അപ്പം നോക്കി ആ കർവിൽ എന്താ മക്കളെ? ഒരു ബ്രേക്ക് പോയിന്റ് വന്നില്ലേ? കാരണം 2 ഫംഗ്ഷന്റെ വാല്യൂ 6 ആണ്. 2 ഫംഗ്ഷന്റെ വാല്യൂ 4 ആയിരുന്നുവെങ്കിൽ എന്താ മക്കളെ? നോക്കി ഇങ്ങനെ കർവ് ഷാറായിട്ട് ഇങ്ങനെ പോവും, ഒരു ബ്രേക്കും എവിടെ ഉണ്ടാവില്ല. ഇത് നോക്കിയേ ഇവിടെ ലിമിറ്റ് ഉണ്ട്. നോക്കിയേ ഇവിടെ നോക്കിയേ ലിമിറ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് ലിമിറ്റ് ഉണ്ട് പറയാൻ കാരണം? LHL of 2 is equal to RHL of 2 ആണെങ്കിൽ എന്താ മക്കളെ? ലിമിറ്റ് ഉണ്ടാകും. ഇനി ശ്രദ്ധിച്ചോട്ടോ. നോക്കിയേ വാട്ട് ഈസ് LHL of 2? LHL of 2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 2 ആണ്. അതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 2 മൈനസ് അല്ലേ? ഈ ഫംഗ്ഷൻ f of x ഈക്വൽ ടു നോക്കിയേ എക്സ് സ്ക്വയറാ. എക്സ് നോട്ട് ഈക്വൽ ടു 2. സപ്പോസ് ഇതാണ് 2 എന്ന് പറഞ്ഞാൽ 2 അല്ലാത്തപ്പോഴൊക്കെ എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 അല്ലാത്തപ്പോഴൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? എക്സ് സ്ക്വയർ ആണ്. അതായത് 2ന്റെ ലെഫ്റ്റിലും 2ന്റെ റൈറ്റിലൊക്കെ എന്താ മക്കളെ? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ആ. 2ന്റെ ലെഫ്റ്റിലും 2ന്റെ റൈറ്റിലും എക്സ് സ്ക്വയർ ആ. 2ന്റെ ലെഫ്റ്റിലും 2ന്റെ റൈറ്റിലും 2 അല്ല. ഇവിടെ ചിലപ്പോൾ 1.99 ആയിക്കാരം, ഇവിടെ 2.11 ആയിക്കാരം. പക്ഷെ എക്സാക്ട്ലി 2 ആവുമ്പോൾ എക്സിന് നിങ്ങൾ എക്സാക്ട്ലി 2 കൊടുത്ത ഫംഗ്ഷന്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ സ്പ്ലിറ്റിംഗ് പോയിന്റ് 2 ആണ് എന്ന് മനസ്സിലായി. ആ 2 മാർക്ക് ചെയ്തു. 2ന്റെ ലെഫ്റ്റിലും ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ആ. കാരണം 2ന്റെ ലെഫ്റ്റിൽ എക്സ് നോട്ട് ഈക്വൽ ടു 2 ആണ്. 2ന്റെ റൈറ്റിൽ 3ഉം 4ഉം 5 ഒക്കെ ഉണ്ടാകുക. അവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അവിടെയും എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷന്റെ വാല്യൂ. അപ്പം നോക്കിയേ ഞാൻ LHL of 2 ചെക്ക് ചെയ്യാൻ പോവാണ്. LHL of 2 എന്ന് പറഞ്ഞാൽ 2ന്റെ ലെഫ്റ്റ് നിന്ന് മക്കളെ 2 അടുക്കുകയാണ്. 2ന്റെ ലെഫ്റ്റ് നിന്ന് 2 അടുക്കുക. 2ന്റെ ലെഫ്റ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ മക്കളെ? 2ന്റെ ലെഫ്റ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിന് 2 കൊടുത്താൽ മക്കളെ 2 സ്ക്വയർ. LHL of 2 എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി RHL of 2 ചെക്ക് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. RHL of 2 ചെക്ക് ചെയ്യാണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 2 ചെക്ക് ചെയ്യാം കേട്ടോ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 2 പ്ലസ്. 2 പ്ലസ് എന്ന് പറഞ്ഞാൽ 2ന്റെ റൈറ്റിൽ നിന്ന് 2 അടുക്കുന്നു. 2ന്റെ റൈറ്റിൽ നിന്ന് 2 അടുക്കുക പറഞ്ഞാൽ 2ന്റെ റൈറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ മക്കളെ? അവിടെയും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെയും ഫംഗ്ഷന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. ഈ 2 പ്ലസ് ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിപ്പിച്ചാണ്. ഈ 2ന്റെ മേലെ പ്ലസ് കണ്ടാൽ ലിമിറ്റിൽ 2ന്റെ മേലെ പ്ലസ് കണ്ടാൽ 2ന്റെ റൈറ്റിൽ നിന്ന് 2 അടുക്കുന്നു. ലിമിറ്റിൽ 2ന്റെ മേലെ മൈനസ് കണ്ടാൽ 2ന്റെ ലെഫ്റ്റിൽ നിന്ന് 2 അടുക്കുന്നു. അവിടെ സെപ്പറേറ്റ് ഫംഗ്ഷന്റെ വാല്യൂ നോക്കുക. ഇവിടെ ഈക്വൽ ടു ഈ 2ന്റെ ലെഫ്റ്റിലും റൈറ്റിലും എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എക്സിന് 2 കൊടുത്താൽ 2 സ്ക്വയർ എന്താ മക്കളെ? 4 ആണ്. അപ്പോൾ LHL of 2 എന്താ മക്കളെ? 4 ആണ്. RHL of 2 എന്താ? 4 ആണ്. അപ്പോൾ LHL of 2 is equal to RHL of 2. ഇവിടെ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ആ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂവിന് ഈക്വൽ ആവണം. നോക്കിയേ, അപ്പോൾ വാട്ട് ഈസ് എഫ് ഓഫ് 2? നോക്കിയേ LHL of 2ഉം RHL of 2 എന്ത് കിട്ടി? 4 കിട്ടി. ഇനി എഫ് ഓഫ് 2 എന്താ മക്കളെ? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നോക്കിയേ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എക്സ് നോട്ട് ഈക്വൽ ടു 2. നിങ്ങൾ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 2 എന്ന് കിട്ടും. എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ എഫ് ഓഫ് 2 കിട്ടും. 2 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ മക്കളെ? 6 ആണ്. അപ്പം നോക്കിയേ LHL of 2 ഈക്വൽ ടു RHL of 2 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2. നോക്കിയേ ഇവിടെ ഈക്വൽ ടു അല്ലാത്തത് കൊണ്ട് 3 എന്താണ് ഈക്വൽ ടു അല്ലാത്തത് കൊണ്ട് എന്താ മക്കളെ? ഞാൻ ഈ കർവിൻ്റെ ഗ്രാഫ് വരച്ചു നോക്കി. ഈ കണ്ടീഷൻ വെച്ച് കണ്ട് നോക്കി. ഈ കണ്ടീഷൻ വെച്ച് ഗ്രാഫ് വരച്ചു നോക്കിയപ്പോൾ എന്താ മക്കളെ? 2 ബ്രേക്ക് വന്നില്ലേ? 2 ബ്രേക്ക് വന്നു. അതായത് 2 കണ്ടിന്യൂസ് അല്ല. കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി നോക്കിയേ, സപ്പോസ്
അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആട്ടോ, ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്തുകൊണ്ട് LHL of A equal to RHL of A equal to F of A എന്ന് പറയുന്നു. ഓക്കെ, ഇനി നോക്കിയേ, ഈ x equal to 2, 2വിൽ സപ്പോസ് ഫംഗ്ഷൻ്റെ വാല്യൂ 4 ആയിരുന്നുവെങ്കിൽ നോക്കിയേ 2 സപ്പോസ് വരച്ച് നോക്കണ്ട. ഓക്കെ, ലിസൺ, 2 4 6 8 ജോമെട്രി വരച്ച് നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ 2വിൽ മക്കളെ നോക്കിയേ, 2വിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 4 ആണ്. അപ്പോൾ 2വിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 2വിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 4 ആണെങ്കിൽ പോയിന്റ് ഇവിടെ വരും. ആ പോയിന്റ് ഇവിടെ വന്നാൽ മക്കളെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകില്ലേ? കൺഫ്യൂഷൻ ആയിട്ടില്ലല്ലോ? അപ്പോൾ എന്താണ് ഇവിടെ നോക്കിയേ, LHL of 2 is equal to 4 ആണ്, RHL of 2 is equal to 4 ആണ്. ഇവിടെ F of 2 എന്താ മക്കളെ? 4 ആയിരുന്നുവെങ്കിൽ എന്താ മക്കളെ? ഇവിടെ ബ്രേക്ക് പോയിന്റ് ഉണ്ടാവില്ല, ആ കർവ് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. ഇതാണ് ഈ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് ജോമെട്രിക്കൽ മീനിങ്. അപ്പം മക്കൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആദ്യം അവിടെ ലിമിറ്റ് ഉണ്ടാവണം. നോക്കി, LHL of A equal to RHL of A എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ടായി. അപ്പോൾ ലിമിറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ഈ ലിമിറ്റിംഗ് വാല്യൂ ഉണ്ടല്ലോ, ഈ ലിമിറ്റിംഗ് വാല്യൂ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ അവിടെ എന്താണ്? കണ്ടിന്യൂസ് ആയി. അതായത് നോക്കിയേ, ഗ്രാഫിൽ ബ്രേക്ക് പോയിന്റ് ഉണ്ടാവാൻ പറ്റൂല എന്ന് മാത്തമാറ്റിക്കലി പറയുകയാണ്. എന്ത് മക്കളെ? LHL of A equal to RHL of A equal to F of A എന്ന് പറഞ്ഞാൽ പ്രോബ്ലം പെർഫെക്റ്റ് ആയി, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പെർഫെക്റ്റ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആദ്യം ആ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാവണം. എപ്പോഴാണ് ലിമിറ്റ് ഉണ്ടാവുക? LHL of that point is equal to RHL of that point. ഇങ്ങനെ പറഞ്ഞാൽ ലിമിറ്റ് ഉണ്ടായി. ഈ ലിമിറ്റിംഗ് വാല്യൂ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ഞാൻ ജോമെട്രിക്കലി പ്രൂവ് ചെയ്ത് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു. ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ, നോക്കിയേ, രണ്ട് ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ. എഫും ജിയും രണ്ട് ഫംഗ്ഷനാണ്. F and G are two functions continuous. F and G are two functions continuous at x equal to c. C എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ മക്കളെ മനസ്സിലാക്കണേ, ആ രണ്ട് ഫംഗ്ഷനും കൂട്ടിയാൽ F plus G ഈസ് എന്താ മക്കളെ? കണ്ടിന്യൂസ് എന്താ മക്കളെ? അറ്റ് x equal to c ആയിരിക്കും. ഓക്കെ, ഇനി F മൈനസ് ജിയും എന്തായിരിക്കും? കണ്ടിന്യൂസ് അറ്റ് x equal to c. അതേപോലെ അടുത്ത പോയിന്റ് ആണ്, ആ രണ്ട് ഫംഗ്ഷനും ഗുണിച്ചാൽ F into G ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to എന്താ മക്കളെ? c. അതേപോലെ നെക്സ്റ്റ് പോയിന്റ് ആണ്, F by G ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to എന്താ മക്കളെ? അറ്റ് x equal to c. ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അത് നമുക്ക് എല്ലായ്പ്പോഴും അറിയുന്ന കാര്യമാണ്. ഡിനോമിനേറ്റർ വന്നാൽ അതൊരിക്കലും ഇവിടെ G of C എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 0 ആണെങ്കിൽ എന്താണ്? അവിടെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലേ കണ്ടിന്യൂസ് ആണോ അല്ലെന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ബേസിക്കലി മക്കൾ മനസ്സിലാക്കുക, ആ രണ്ട് ഫംഗ്ഷനും ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷനും കൂട്ടിയാൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും, കുറച്ചാലും ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും, ഗുണിച്ചാലും ഡിവൈഡ് ചെയ്താലും എന്തായിരിക്കും മക്കളെ? ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി മക്കളെ നെക്സ്റ്റ് പോയിന്റ് മനസ്സിലാക്കണേ. ഒരു ഫംഗ്ഷനെ ടോട്ടലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ, ഒരു ഫംഗ്ഷനെ മൊത്തത്തിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഡൊമൈനിൽ, അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് അല്ലേ, അതിൻ്റെ ഡൊമൈനിൽ മൊത്തത്തിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓവറോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ഒരു ഫംഗ്ഷനെ ടോട്ടലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, എവരി പോളിനോമിയൽ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്. എവരി പോളിനോമിയൽ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്. എവരി പോളിനോമിയൽ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അതേപോലെ മക്കൾ എന്ത് മനസ്സിലാക്കുക, എവരി ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്.
ഇൻ ദയർ ഡൊമെയിൻ. ഇൻ ദയർ ഡൊമെയിൻ. ഡൊമെയിനിൽ എന്താ മക്കളെ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്താ? നമുക്കറിയാം ടാൻ π/2 ഒക്കെ എന്താ മക്കളെ നോട്ട് ഡിഫൈൻഡ് അല്ലേ. അപ്പോൾ π/2 ടാൻ ഡിഫൈൻ അല്ല. അപ്പോൾ അവിടെ കണ്ടിന്യൂറ്റി പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ടാൻ എക്സിൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ് ഡൊമെയിന്. ആ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ എന്താ മക്കളെ എവരി ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദയർ ഡൊമെയിൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നോക്കിയേ, ഫസ്റ്റ് ഇയർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ കുറച്ച് ഫങ്ഷൻസ് പഠിച്ചിട്ടില്ലേ? നോക്കിയേ, കോൺസ്റ്റന്റ് ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നോക്കിയേ അവിടെ ഈ കോൺസ്റ്റന്റ് ഫങ്ഷൻ എന്താ? കോൺസ്റ്റന്റ് ഫങ്ഷൻ എന്താ മക്കളെ? കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. പിന്നെ അടുത്ത ഫങ്ഷൻ എന്താ? ഐഡന്റിറ്റി ഫങ്ഷൻ. ഐഡന്റിറ്റി ഫങ്ഷൻ. ഐഡന്റിറ്റി ഫങ്ഷൻ ഒക്കെ എന്താടാ? കണ്ടിന്യൂസ് ആ. ഈ കോൺസ്റ്റന്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാലേ നോക്കിയേ y = c. സപ്പോസ് ഈ ആ സി എന്ന് പറയുന്ന പോയിന്റ് 4 ആണെങ്കിൽ y = 4 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ ലൈൻ അല്ലേ. അപ്പം എന്താണ് ഈ പോയിന്റിൽ എന്താണ്? നോക്കിയേ നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും അവിടെയൊക്കെ എന്താ മക്കളെ? കണ്ടിന്യൂസ് ആ. ഓടിയും ബ്രേക്കും ഇല്ലല്ലോ. ഇതാണ് കോൺസ്റ്റന്റ് ഫങ്ഷൻ. ഇനി ഐഡന്റിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതല്ലേ മക്കളെ ഐഡന്റിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? y = x ആ മക്കളെ എന്ത് ഐഡന്റിറ്റി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ബ്രേക്ക് പോയിന്റ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കോൺസ്റ്റന്റ് ഫങ്ഷൻ എന്താ മക്കളെ? കോൺസ്റ്റന്റ് ഫങ്ഷനും ഐഡന്റിറ്റി ഫങ്ഷനും ഒക്കെ എന്താണ്? കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പോകട്ടെ. എക്സാമിന് സ്ഥിരമായി ചോദിക്കലുണ്ട്. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫങ്ഷൻസ് f of x = 2x + 3 if x less than or equal to 2, 2x - 3 if x greater than 2. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അതായത് ഈ ഫങ്ഷൻ എവിടേക്കോ ഡിസ്കണ്ടിന്യൂസ് ആവുന്നുണ്ടോ ആ എല്ലാ പോയിന്റും കാണണം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാനുള്ള കോൺസെപ്റ്റ് എന്താ വെച്ചാൽ മക്കളെ, സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഫങ്ഷൻ തന്നിട്ട് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കാണാൻ പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ ആ ഫങ്ഷൻ സ്പ്ലിറ്റ് ആവുന്നത് ആ പോയിന്റിലെ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആകുള്ളൂ. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആവും. ഒന്നുകൂടെ പറയാം, ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ആ ഫങ്ഷൻ മക്കളെ എന്താണ് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പോയിന്റിൽ സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ മക്കൾ എവിടെ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി? ഏത് പോയിന്റിലാണോ ഫങ്ഷൻ സ്പ്ലിറ്റ് ആവുന്നത് ആ പോയിന്റിലെ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? ആ ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ പറയാൻ കാരണം എന്താ? നോക്കിയേ, ഞാൻ സപ്പോസ് ഒരു റഫ് ഫിഗർ വരച്ചു തരാം. റഫാണ്. ഇവിടെ 2-ലാണ് ഫങ്ഷൻ സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ 1, 2 മാർക്ക് ചെയ്തു. അപ്പോൾ x <= 2, ഈ 2-നേക്കാൾ ചെറുത് പറഞ്ഞാൽ ഈ ഭാഗത്താണ്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 2x + 3 ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി x > 2 എന്ന് പറഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 2x - 3 ആണ്. അപ്പോൾ സപ്പോസ് 2-നേക്കാൾ വലുത് പറഞ്ഞാൽ 3ഉം 4ഉം 5 ഒക്കെ ഈ ഭാഗത്തുണ്ടാവുക. അവിടെ മക്കളെ 2x - 3ഉം സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ 2ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഇനി ഇവിടെ x² ഒക്കെ ഉണ്ടെങ്കിൽ എന്തോ കർവ് ഒക്കെ കാരണം ഉണ്ടാവുക. എന്തായാലും മക്കളെ പോളിനോമിയൽ അല്ലേ, കണ്ടിന്യൂസ് ആവൂലേ. അപ്പോൾ ഫങ്ഷൻ എവിടെ വെച്ചാണോ സ്പ്ലിറ്റ് ആവുന്നത് ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ. ചിലപ്പോൾ ആ പോയിന്റിലും കണ്ടിന്യൂസ് ആകാം. എപ്പോൾ? ഇവിടെ മക്കളെ സ്പ്ലിറ്റിംഗ് പോയിന്റ് 2 അല്ലേ. LHL(2) = RHL(2) = F(2) ആണെങ്കിൽ എന്താ മക്കളെ ഈ പോയിന്റ് 2-ലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒറ്റ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ഉണ്ടാവില്ല. എല്ലാ പോയിന്റും എന്താ മക്കളെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കട്ടോ. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വൃത്തിക്ക് ചെയ്ത് നോക്കാം. ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കാണണം. നമുക്കറിയാം ഫംഗ്ഷൻ എവിടെ വെച്ചാൽ സ്പ്ലിറ്റ് ആവുന്നത് അവിടെ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ. അപ്പോൾ ഹിയർ 2 ഈസ് ദ സ്പ്ലിറ്റിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ ആദ്യ എക്സാമ്പിൾ ഇങ്ങനെ ചെയ്താൽ ഫോർ കണ്ടിന്യൂറ്റി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, കണ്ടിന്യൂറ്റി ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ മക്കളെ എന്താണ് LHL ഓഫ്, ഇവിടെ പോയിന്റ് 2 ആട്ടോ. അപ്പോൾ LHL(2) = എന്താണ്? RHL(2) എന്താണ്? F(2) ആണ്. അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് LHL(2) = RHL(2) എന്ന് പറഞ്ഞ മക്കളെ ലിമിറ്റ് ഉണ്ടാവണം. ലിമിറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിന് ഈക്വൽ ആവണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന്
കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലം കിട്ടിയാൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ലിമിറ്റാണ്. അതുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം നോക്കിയാൽ പോരെ. അതില്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ എന്താണ് കണ്ടിന്യൂസ് അല്ല എന്ന്. അപ്പോൾ നമുക്ക് ഈ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കാണണം. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കാണാൻ പോവാണ്. 2 ഈസ് ദ സ്പ്ലിറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ 2 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. 2 ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ. അപ്പോൾ നമ്മൾ 2 കണ്ടിന്യൂസ് ആണോ അല്ലേ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരു റിയൽ ലൈൻ വരച്ചു. സ്പ്ലിറ്റിംഗ് പോയിന്റ് 2 ആണ്. ആ പോയിന്റ് മാർക്ക് ചെയ്തു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ലെഫ്റ്റിലാണ്. നോക്കി ഇവിടെ അല്ലേ 0യും 1ഉം -1 ഒക്കെ ഉണ്ടാവുക. അതെന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് 2x + 3 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ റൈറ്റിൽ അവിടെ 3ഉം 4 ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 2 ആണ്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് 2x - 3 ആണ്. അപ്പോൾ 2ൽ നമ്മൾ ലിമിറ്റ് ഉണ്ടോ അല്ലേ നോക്കുക. ആദ്യം ലിമിറ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ LHL(2) = RHL(2) ആവണം. അപ്പോൾ ഞാൻ LHL(2) ചെക്ക് ചെയ്യാൻ പോവാണ്. LHL(2) എന്ന് പറഞ്ഞാൽ മക്കളെ മാത്തമാറ്റിക്കലി എങ്ങനെ പറയുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 2- എന്നാ പറയുക. 2- എന്ന് പറഞ്ഞാൽ 2ൻ്റെ ലെഫ്റ്റിൽ നിന്ന് 2ലേക്ക് അടുക്കുന്നു. 2ൻ്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ 2x + 3 ആണ്. അപ്പോൾ നോക്കിയേ എക്സിന് 2 കൊടുത്താൽ 2 × 2 4, 4 + 3 എന്താ മക്കളെ 7 ആണ്. ഇതാണ് LHL(2) എന്ന് പറഞ്ഞാൽ. അതേപോലെ മക്കളെ RHL(2) എന്ന് പറഞ്ഞേ. RHL(2) എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 2 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 2നെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതടാ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 2 പ്ലസ് എഴുതുക. 2ൻ്റെ മേലെ പ്ലസ് കണ്ടാൽ 2ൻ്റെ റൈറ്റിൽ നിന്ന് 2ലേക്ക് അടുക്കുന്നു. 2ൻ്റെ റൈറ്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ 2x - 3 ആണ്. അപ്പോൾ എക്സിന് 2 കൊടുത്താൽ 2 × 2 4, 4 - 3 1 അല്ലേ. ഓക്കെ ആണോ? അപ്പോൾ LHL(2) 7 ആണ്. RHL(2) 1 ആണ്. ലിമിറ്റ് തന്നെ അല്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക വേണ്ട. അപ്പോൾ എന്താ മക്കളെ, സിൻസ് എങ്ങനെ എഴുതുക, സിൻസ് LHL(2) not equal to RHL(2). So the point 2 is a discontinuous. The point 2 is a discontinuous point. Discontinuous point. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കട്ടോ. ഇത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേ ടൈപ്പ് തന്നെ മക്കളെ എക്സാമിന് ചോദിക്കലുണ്ട് കേട്ടോ. ഫൈൻഡ് ആൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കാണാൻ പറയും. അപ്പോൾ ഫംഗ്ഷൻ എവിടെ വെച്ചാണോ സ്പ്ലിറ്റ് ആവുന്നത് ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. f(x) = x + 1 if x greater than or equal to 1. x² + 1 if x less than 1. സെയിം പ്രോബ്ലം ആണ്. ഫൈൻഡ് ആൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, ശ്രദ്ധിച്ചാട്ടോ. എങ്ങനെ ചെയ്യൂടാ? ഇവിടെ സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്താ 1 അല്ലേ. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് പോയിന്റ് 1 ആണ്. ഈ 1ൽ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ. അപ്പോൾ നമ്മൾ 1ൽ ആ പോയിന്റ് കണ്ടിന്യൂസ് ആണോ അല്ലേ ചെക്ക് ചെയ്യാണ്. കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആദ്യം ലിമിറ്റ് ഉണ്ടാവണം. അപ്പോൾ ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ LHL(1) = RHL(1) ആവണം. അതുണ്ടോ നോക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ലിമിറ്റ് കാണാം. സ്പ്ലിറ്റിംഗ് പോയിന്റ് 1 മാർക്ക് ചെയ്തു. 1 മാർക്ക് ചെയ്തു. ഓക്കെ, എക്സ് ലെസ് ദാൻ 1 പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് x² + 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ x + 1 ആണ്. ഈ ഭാഗത്താണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ടാവുക. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ x + 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ LHL(1) കാണാൻ പോകട്ടോ. LHL(1) ഇങ്ങനെ മാത്തമാറ്റിക്കലി പറയാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 1 മൈനസ്. 1 മൈനസ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ലെഫ്റ്റിൽ നിന്ന് 1ലേക്ക് അടുക്കുന്നു. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ x² + 1 അല്ലേ. അപ്പോൾ 1 എക്സിന് 1 കൊടുത്താൽ 1² 1, 1 + 1 എന്താ മക്കളെ 2 ആണ് അല്ലേ. അതേപോലെ മക്കൾ പറഞ്ഞേ RHL(1) എന്ന് പറഞ്ഞാൽ മക്കളെ മാത്തമാറ്റിക്കലി പറയുക ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 1+ എന്നാണ്. 1+ എന്ന് പറഞ്ഞാൽ 1ൻ്റെ റൈറ്റിൽ നിന്ന് 1ലേക്ക് അടുക്കുകയാണ്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ x + 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന് 1 കൊടുത്താൽ 1 + 1 എന്താ മക്കളെ 2 ആണ്. അപ്പോൾ LHL(1) എന്താ 2 കിട്ടി, RHL(1) 2 കിട്ടി.
ഇത് നമുക്ക് എന്ത് മനസ്സിലായി? ലിമിറ്റ് ഉണ്ട് എന്ന് മനസ്സിലായിട്ടോ. ഇനി മക്കൾ എഫ് ഓഫ് 1 പറ. വാട്ട് ഈസ് എഫ് ഓഫ് 1? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയാണ്, ഈക്വൽ ടു ഉള്ള കേസ് ഇവിടെയാണ്. അപ്പോൾ ഈക്വൽ ടു ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നോക്കി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്താ? 1 പ്ലസ് 1 ആണ്. എക്സിന് 1 കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ എൽ എച്ച് എൽ ഓഫ് 1 2 ആണ്, ആർ എച്ച് എൽ ഓഫ് 1 2 ആണ്, എഫ് ഓഫ് 1 എന്താ മക്കളെ? 2 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നോക്കിയേ, എൽ എച്ച് എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്താടാ? ആർ എച്ച് എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 അല്ലേ? അപ്പോൾ 1 എന്താ മക്കളെ? കണ്ടിന്യൂസ് പോയിന്റ് ആണ്. നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഫംഗ്ഷൻ തന്നിട്ട് ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കാണാൻ പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആവുന്നത് ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ, ആ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ മക്കളെ? എഫ് ഓഫ് എക്സ് ഹാസ് നോ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്. അതിന് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ഇല്ല. അപ്പോൾ എന്താ മക്കളെ? ദർ ഈസ് നോ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്. ദർ ഈസ് നോ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്. ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 0. ഒരു പ്രീവിയസ് ഇയർ എക്സാമിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. അതാണ് ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. എല്ലാ ഡിസ്കണ്ടിന്യൂസ് പോയിന്റും കാണണം ഈ ഫംഗ്ഷൻ്റെ. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് പോയിന്റ് 0 അല്ലേ? അപ്പോൾ ആദ്യം മക്കളെ അവിടെ ലിമിറ്റ് ഉണ്ടോ അല്ലേ നോക്കുക. ലിമിറ്റ് ഉണ്ടെങ്കിൽ എന്താ മക്കളെ? പിന്നെ കണ്ടിന്യൂറ്റി ആണോ ഇല്ലേ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോന്നും 1 by 1 ആയി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ലിമിറ്റ് ഉണ്ടോ നോക്കട്ടോ. റിയൽ ലൈന് വരച്ചു, സ്പ്ലിറ്റിംഗ് പോയിന്റ് 0 ആണ്, അത് മാർക്ക് ചെയ്തു. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്, 0 അല്ലാത്ത കേസ്. ഇവിടെയാണ് എക്സ് എക്സാക്ട്ലി 0 ആവുന്നത്. 0 അല്ല എന്ന് പറഞ്ഞാൽ 0ൻ്റെ ലെഫ്റ്റും 0 അല്ല, 0ൻ്റെ റൈറ്റിലും 0 അല്ല. ഇവിടെ 1ഉം 2ഉം 3ഉം 4 ഒക്കെ ഉണ്ടാവും. ഇവിടെ -1 -2 -3 ഒക്കെ ഉണ്ടാവും. 0 അല്ലാത്ത കേസാണ്. അപ്പോൾ ഇവിടെ എന്താ മക്കൾ? ഇവിടെ എന്തായിരിക്കും? മോഡ് എക്സ് ബൈ എക്സ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? മോഡ് എക്സ് ബൈ എക്സ് ആയിരിക്കും. അതാണ് മക്കളെ എന്ത്? എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മക്കളെ ഈ സ്പ്ലിറ്റിംഗ് പോയിന്റിലുള്ള എന്ത് കാണണം? കണ്ടിന്യൂറ്റി കാണണം. അവിടെ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആകുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0യിൽ നമ്മൾ ലിമിറ്റ് ഉണ്ടോ നോക്കുക ആദ്യം കേട്ടോ. എപ്പോഴേ ലിമിറ്റ് ഉണ്ടാവുക? എൽ എച്ച് എൽ ഓഫ് 0 ഈക്വൽ ടു ആർ എച്ച് എൽ ഓഫ് 0 ഇസ് ഈക്വൽ ടു ആവുമ്പോൾ എന്താ മക്കളെ? അവിടെ ലിമിറ്റ് ഉണ്ടാകും. അതാറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണെങ്കിൽ എന്താണ്? കണ്ടിന്യൂസും കൂടെ ആയിട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് ഉണ്ടോ അല്ലേ നോക്കുകയാണ്. അത് ഞാൻ എന്ത് ചെയ്യാണ്? എൽ എച്ച് എൽ ഓഫ് 0 കാണാൻ പോവാണ്. എൽ എച്ച് എൽ ഓഫ് 0 മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാടാ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ്? 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0ൻ്റെ ലെഫ്റ്റ് നിന്ന് 0യിലേക്ക് എടുക്കുക. മുന്നത്തെ പ്രോബ്ലമൊക്കെ പറഞ്ഞു തന്നു. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ? മോഡ് എക്സ് ബൈ എക്സ് ആട്ടോ. എടാ നേരെ 0 കൊടുക്കാൻ പറ്റുമോ? ലിമിറ്റ് അല്ലേടാ, ഒരിക്കലും എക്സാക്ട്ലി ഈക്വൽ ടു അല്ലല്ലോ. ടെൻഡിങ് വാല്യൂ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈക്വൽ ടു അല്ല കേട്ടോ, പ്രോക്സിമേറ്റ് ആണ്, 0യോട് വളരെ അടുത്തൊരു വാല്യൂ ആണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ചെയ്തെന്ന പ്രോബ്ലം ഒന്നും കൂടെ ചെയ്തു തരാം. അറിയാത്തവർക്ക്, അന്ന് മനസ്സിലാവാത്തവർക്കോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാട്ടോ, ആവശ്യം വരിക. അതായത് 0, ഈ 0ൻ്റെ ലെഫ്റ്റിൽ മക്കളെ നെഗറ്റീവ് അല്ലേ കാരണം അല്ലേ? അപ്പോൾ നമ്മൾ 0ൻ്റെ ലെഫ്റ്റത്തെ ലിമിറ്റാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, 0ൻ്റെ റൈറ്റിൽ എന്താ മക്കളെ? പോസിറ്റീവ് അല്ലേ കാരണം പോസിറ്റീവ് ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 0 എന്ന് പറഞ്ഞാൽ 0യിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും എക്സാക്ട്ലി 0 അല്ല, 0ൻ്റെ ലെഫ്റ്റിൽ നിന്ന് 0യിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അപ്പോൾ മക്കളെ എന്താണ്? 0ൻ്റെ ലെഫ്റ്റിലുള്ള 0യുടെ അടുത്തൊരു വാല്യൂ പറഞ്ഞ് ഞാനേ -0.001 ഒരു റാൻഡം ആയിട്ടുള്ള വാല്യൂ എടുത്താണ്. അങ്ങനെയല്ല, -0.0000 അങ്ങനെ അറ്റമില്ലാണ്ട് എന്താ മക്കളെ 0യിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ. ഞാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു റാൻഡം ആയിട്ടുള്ളൊരു വാല്യൂ എടുത്തു. 0യോട് അടുത്ത 0ൻ്റെ ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ ആണ് -0.001. അവൻ്റെ മോഡ് ഓക്കെ, മോഡുലസ് അവൻ്റെ മോഡ് ഇട്ടു.
ഡിവൈഡഡ് ബൈ ഈ എക്സ് ഞാൻ റാൻഡം ആയിട്ടുള്ളൊരു വാല്യൂ കൊടുത്താട്ടോ ഡിവൈഡ് ബൈ എന്താ മക്കളെ അതേ വാല്യൂ -0.001 മക്കളെ മോഡുലസ് ഓഫ് നെഗറ്റീവ് എന്താ പോസിറ്റീവ് അല്ലേ താഴെയും മേലെ എന്താ മക്കളെ സെയിം വാല്യൂസ് ആണ് ന്യൂമറിക്കൽ വാല്യൂസ് അതിന് നോക്കണ്ട മോഡുലസ് ഓഫ് നെഗറ്റീവ് എന്താ പോസിറ്റീവ് ആണ് അപ്പോൾ ഇത് പോസിറ്റീവ് ആണ് ഇത് നെഗറ്റീവ് ആണ് താഴെയും മേലെ എന്താ മക്കളെ വാല്യൂസ് സെയിം ആണ് അപ്പോൾ കട്ടായി പോയാൽ എന്താ മക്കളെ മേലെ പോസിറ്റീവ് താഴെ നെഗറ്റീവ് പോസിറ്റീവ് ബൈ നെഗറ്റീവ് എന്താ മക്കളെ -1 വരൂലേ ഡൗട്ട് ഉണ്ടോ അപ്പോൾ എന്താ മക്കളെ ഇവിടുത്തെ ലിമിറ്റിംഗ് വാല്യൂ എന്താണ് -1 ആണ് അതായത് LHL എന്താണ് -1 ആണ് ഡൗട്ട് ഉണ്ടോ ഇനി RHL നോക്കുകയാണ് അപ്പോൾ RHL എന്ന് പറഞ്ഞാൽ മക്കളെ മാത്തമാറ്റിക്കലി പറയും ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 0+ ആണ് 0+ എന്ന് പറഞ്ഞാൽ 0ൻ്റെ റൈറ്റിൽ നിന്ന് 0യിലേക്ക് അടുക്കുന്നു അവിടെയും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ |x/x ആണ് അല്ലേ അപ്പോൾ |x/x ആട്ടോ വാല്യൂ കാണണം 0+ പറഞ്ഞാൽ 0ൻ്റെ റൈറ്റിൽ നിന്ന് 0യിലേക്ക് അടുക്കുന്നു 0ൻ്റെ റൈറ്റിൽ മക്കളെ പോസിറ്റീവ് അല്ല ഉണ്ടാവുക അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 0+ എന്ന് പറഞ്ഞാൽ 0ൻ്റെ റൈറ്റിൽ നിന്ന് 0യിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുന്നു അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 0+ൻ്റെ മീനിങ് ഓക്കെ അപ്പോൾ എന്താടാ ഒന്ന് പറഞ്ഞേ മക്കളെ പറ ഒരു റാൻഡം ആയിട്ടൊരു വാല്യൂ പറ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 0ൻ്റെ റൈറ്റിൽ പോസിറ്റീവ് ആയി കേട്ടോ അപ്പോൾ ഞാൻ എക്സിന് റാൻഡം ആയിട്ടുള്ള വാല്യൂ കൊടുക്കുകയാണ് മോഡുലസ് ഓഫ് എന്താ മക്കളെ സെയിം വാല്യൂ 0.001 ഡിവൈഡ് ബൈ എന്താ മക്കളെ സെയിം ആണ് കാരണം 0ൻ്റെ റൈറ്റിൽ പോസിറ്റീവ് ആയി കാരണം അപ്പോൾ 0.001 ആണ് മോഡുലസ് ഓഫ് പോസിറ്റീവ് ആണ് താഴെ മേലേക്ക് സെയിം വാല്യൂസ് ആണ് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ബൈ പോസിറ്റീവ് തന്നെ രണ്ടും പരസ്പരം കട്ടായ മക്കളെ ആൻസർ എന്താ ഉണ്ടാവുക 1 അല്ല ഉണ്ടാവുക ഓക്കെ ആണോ ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നോക്കിയേ RHL എന്ന് പറഞ്ഞ ആൻസർ എന്താ മക്കളെ 1 കിട്ടി അപ്പോൾ നോക്കിയേ ലിമിറ്റ് ഉണ്ടോ ലിമിറ്റ് ഇല്ലല്ലോ എന്താ LHL എന്താണ് -1 ആണ് RHL എന്താണ് 1 ആണ് അപ്പോൾ സിൻസ് ആൻസർ എന്താടാ LHL not equal to എന്താ മക്കളെ RHL so the point 0 is a discontinuous point ലിമിറ്റ് എന്നല്ല ലിമിറ്റ് ഇല്ലെങ്കിൽ ഉറപ്പാ പിന്നെന്താ മക്കളെ കണ്ടിന്യൂസും അല്ല ഓക്കെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് മക്കളെ ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ കോൺസ്റ്റന്റ് ഫ്രം എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനെ ടോട്ടലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആവണം അതിൻ്റെ ഡൊമൈനിലുള്ള എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കണം അപ്പോൾ f(x) = എന്താണ് kx + 1 if x less than or equal to 5 if x greater than 5 f(x) = 3x - 5 ഇവിടെ മക്കളെ അൺനോൺ കോൺസ്റ്റന്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ന്റെ വാല്യൂ കാണണം മക്കളെ ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ f(x) is a കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇതിൻ്റെ ഡൊമൈനിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും നമുക്കറിയാം ഒരു സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഫംഗ്ഷൻ തന്നിട്ട് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ എവിടെയാണോ സ്പ്ലിറ്റ് ആവുന്നത് ആ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആകുകയാണെങ്കിൽ ആവുള്ളൂ സിൻസ് f(x) is a കണ്ടിന്യൂസ് ഫംഗ്ഷൻ മക്കളെ f(x) കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ദ പോയിന്റ് 5 ഈസ് ആൾസോ കണ്ടിന്യൂസ് എന്നാൽ മാത്രമേ ആ ഫംഗ്ഷനെ ടോട്ടലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് കാണണം ഈ കെൻ്റെ വാല്യൂ കാണണം അൺനോൺ വാല്യൂ കാണണം ഓക്കെ അപ്പോൾ 5 എന്താണ് കണ്ടിന്യൂസ് നമുക്ക് എങ്ങനെ മനസ്സിലായി 5 കണ്ടിന്യൂസ് പോയിന്റ് ആണ് അവർ പറയുന്നു f(x) is a കണ്ടിന്യൂസ് ഫംഗ്ഷൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം സിൻസ് f(x) is a കണ്ടിന്യൂസ് ഫംഗ്ഷൻ f(x) is a continuous function the point 5 is also continuous point ഓക്കെ ആണോ പോയിന്റ് 5 കണ്ടിന്യൂസ് ആവണമെങ്കിൽ
കണ്ടീഷൻ എന്താ LHL ഓഫ് LHL ഓഫ് 5 is equal to എന്താ RHL ഓഫ് 5 is equal to f of 5 ആണ് നമുക്ക് മനസ്സിലായി. കാരണം f of x കണ്ടിന്യൂസ് പോയിന്റ് ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ പോയിന്റ് 5 ഈസ് ആൾസോ എ കണ്ടിന്യൂസ് പോയിന്റ്. അപ്പോൾ LHL ഓഫ് 5 ഈക്വൽ ടു RHL ഓഫ് 5 is equal to f of 5 ആട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ഈ കെൻ്റെ വാല്യൂ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടിന്യൂറ്റിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലിമിറ്റ് ചെക്ക് ചെയ്യലാണ്. ബാക്കിയുള്ള പണിയൊക്കെ ലിമിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ ലിമിറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം? ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് 5 ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ? kx + 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 3x - 5 അല്ലേ? LHL ഓഫ് 5 ഈക്വൽ ടു എന്താടാ? RHL ഓഫ് 5 അല്ലേ? LHL ഓഫ് 5 is equal to എന്താണ്? RHL ഓഫ് 5 ഡൗട്ട് ഉണ്ടോ? വാട്ട് ഈസ് LHL ഓഫ് 5? പറ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 5 മൈനസ് എന്ന് പറഞ്ഞാൽ 5ൻ്റെ ലെഫ്റ്റ് നിന്ന് 5ലേക്ക് അടുക്കുകയാണ്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ? kx + 1 is equal to RHL ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5ൻ്റെ റൈറ്റിൽ നിന്ന് 5ലേക്ക് അടുക്കുകയാണ്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 3x - 5 ആണ്. അപ്പോൾ RHL ഓഫ് 5 മാത്തമാറ്റിക്കൽ എങ്ങനെ പറയുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു 5 പ്ലസ് അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 3x - 5. ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എക്സിന് 5 കൊടുത്താൽ 5k + 1 5k + 1 is equal to ഇവിടെ എക്സിന് 5 കൊടുത്താൽ 3 × 5 - 5. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ 5k + 1 is equal to എന്താ? 3 × 5 15 15 - 5 10 അല്ലേ? ഓക്കെ, അപ്പോൾ 5k is equal to 1 അങ്ങോട്ടായി -1 ആവൂലേ? 10 - 1 9 അല്ലേ? k is equal to എന്താണ്? 9/5. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പ്രോബ്ലം കണ്ടിന്യൂറ്റിയിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കാരം കേട്ടോ. ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ കോൺസ്റ്റൻറ്റ് ഫ്രം എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എന്താ മക്കളെ? ഇക്വേഷൻ ഇങ്ങനെയാണ്. LHL ഓഫ് 5 ഈക്വൽ ടു ഈ പോയിന്റ് 5 ആട്ടോ. ഏത് പോയിന്റ് ആണോ? LHL ഓഫ് ദാറ്റ് പോയിന്റ് ഈക്വൽ ടു RHL ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു f ഓഫ് ദാറ്റ് പോയിന്റ്. മക്കൾ കാര്യം മനസ്സിലാക്കണേ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനെ ടോട്ടലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ എന്താ? ആ ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കണം. ഇവിടെ സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഫംഗ്ഷൻ ആണ്. സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഫംഗ്ഷൻ തന്നിട്ട് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആകുകയാണെങ്കിൽ ആ സ്പ്ലിറ്റിംഗ് പോയിന്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ 5ൽ എന്താ മക്കളെ? കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ 5ൻ്റെ കണ്ടീഷൻ കൊടുത്തു, ലിമിറ്റിൻ്റെ. ആ കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അൺനോൺ വാല്യൂ k = 9/5 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ആണ്. f of x = kx + 1 if x less than or equal to pi cos x equal to അപ്പോൾ f of x = cos x അപ്പോൾ x greater than pi is continuous at x equal to pi, then find the value of k. kൻ്റെ വാല്യൂ കാണണം കേട്ടോ. ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to pi. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? പൈയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ LHL ഓഫ് pi is equal to RHL ഓഫ് pi is equal to f of pi എന്ന് പറഞ്ഞൂടെ? LHL ഓഫ് pi is equal to RHL ഓഫ് pi is equal to f of pi എന്ന് പറയാൻ പറ്റും അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. LHL ഓഫ് pi is equal to RHL ഓഫ് pi is equal to f of pi ആണെങ്കിൽ പൈയിൽ കണ്ടിന്യൂസാണ്. നമുക്ക് എന്ത് കാണണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് k കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് പോയിന്റ് എന്താ മക്കളെ? പൈ അല്ലേ? ആ സ്പ്ലിറ്റിംഗ് പോയിന്റ് മാർക്ക് ചെയ്തു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? kx + 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് പറഞ്ഞാൽ പൈൻ്റെ റൈറ്റിലവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ? കോസ് എക്സ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ LHL ഓഫ് പൈ പറ. LHL ഓഫ് പൈ is equal to എന്താണ്? RHL ഓഫ് പൈ is equal to f of പൈ. ഇതൊക്കെ പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? അൺനോൺ വാല്യൂ ആയ kൻ്റെ വാല്യൂ കിട്ടും. അൺനോൺ കോൺസ്റ്റൻ്റ് ആയ kൻ്റെ വാല്യൂ കിട്ടും. LHL ഓഫ് പൈ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു പൈ മൈനസ് പറഞ്ഞാൽ പൈൻ്റെ ലെഫ്റ്റ് നിന്ന് പൈയിലേക്ക് അടുക്കുന്നു. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താടാ? kx + 1.
കെ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു RHL ഓഫ് പൈ എന്ന് പറഞ്ഞാൽ പൈൻ്റെ റൈറ്റ് നിന്ന് പൈയിലേക്ക് അടുക്കുന്നു, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ്സ് ടു പൈ പ്ലസ് പറഞ്ഞാൽ പൈൻ്റെ റൈറ്റ് നിന്ന് പൈയിലേക്ക് അടുക്കുന്നു, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? കോസ് എക്സ് ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, പറ. എക്സിന് പൈ കൊടുത്താൽ കെ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിന് പൈ കൊടുത്താൽ കോസ് പൈ അല്ലേ? കോസ് പൈ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. കെ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് കോസ് പൈ? -1 അല്ലേ? ഫസ്റ്റ് ഇയറിൽ പഠിച്ചതല്ലേ? അപ്പോൾ ഈ +1 അങ്ങോട്ടായി -1 ആവൂലേ? അപ്പോൾ കെ പൈ ഇസ് ഈക്വൽ ടു എന്താ? -2 കിട്ടൂലേ? അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എന്താടാ? -2/π കിട്ടി. അപ്പോൾ അൺനോൺ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. എളുപ്പമല്ലേടാ? അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണ്ടിന്യൂറ്റിയിലെ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസിൽപ്പെട്ടതാണ് ഡിറ്റർമിനേഷൻ ഓഫ് അൺനൗൺ കോൺസ്റ്റൻറ്റ് ഫ്രം എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമുക്കറിയാം, ഒരു ഫംഗ്ഷനെ ടോട്ടലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് ടൈപ്പ് ഫംഗ്ഷൻ തന്നിട്ട് അൺനോൺ കോൺസ്റ്റൻറ്റ് കാണാൻ പറഞ്ഞാൽ ആ സ്പ്ലിറ്റിംഗ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ കണ്ടിന്യൂറ്റീൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ മക്കളെ? ഇൻബിൽട്ടായിട്ട് ആൻസർ കിട്ടും. ഓക്കെ അല്ലേടാ? ഓക്കെ. ഓക്കെ, നമുക്ക് കുറച്ച് പോയിന്റുകൾ പഠിക്കാം. എക്സാം പോയിന്റുകളാട്ടോ മക്കളെ. എഫും ജിയും ഫങ്ഷൻസ് ഉണ്ട്. എഫ് കോമ്പോസിറ്റ് ജിയും ഡിഫൈൻ ആണ്. ഈ എഫിൻ്റെയും ജിൻ്റെയും പ്രത്യേകത എന്താ ചോദിച്ചാലേ, നോക്കിയേ, എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ് ഫങ്ഷൻ സച്ച് ദാറ്റ് എഫ് കോമ്പോസിറ്റ് ജി ഈസ് ഡിഫൈൻഡ് അറ്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് കോമ്പോസിറ്റ് ജി ഡിഫൈൻ ആട്ടോ. എഫ് കോമ്പോസിറ്റ് ജി ഈസ് ഡിഫൈൻഡ് അറ്റ് സി. ഓക്കെ, ഇനി മക്കൾ പറ, ഇഫ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിൽ ജി ഡിഫൈൻ ആണ്. സോറി, ഇഫ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. സി എന്ന് പറയുന്ന പോയിന്റിൽ ജി കണ്ടിന്യൂസ് ആണ്. എഫ് എന്താ മക്കളെ? എഫ് ജി ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താടാ? എഫ് കോമ്പോസിറ്റ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആയിരിക്കും. ഇപ്പോൾ ഒറ്റ ടേമിൽ കേൾക്കുമ്പോൾ മക്കൾക്ക് എന്തോ വലിയ സംഭവമായി തോന്നും. പക്ഷേ മക്കളിപ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫ് ഒക്കെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എടാ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ പഠിച്ചല്ലേ കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ഒക്കെ. അപ്പോൾ പ്രോബ്ലം ചെയ്യാനും മക്കൾ മനസ്സിലാക്കുക, രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫ് ഒക്കെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇഫ് ദേ ആർ ഡിഫൈൻഡ്. ആ ഡിഫൈൻഡുള്ള കണ്ടീഷനാണ് മക്കളെ എന്ത്? ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ജി ഓഫ് സി എന്നൊക്കെ പറയുന്നു കേട്ടോ. ഒന്ന് കേട്ട് കൺഫ്യൂഷൻ ആവണ്ട. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും കണ്ടിന്യൂസ് ആയിരിക്കും. ഇഫ് ദേ ആർ ഡിഫൈൻഡ് ആവുന്ന പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ കേട്ടോ. ഇനി മക്കൾ മനസ്സിലാക്കുക, മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അങ്ങനെ പറയാൻ കാരണം മക്കളെ, ഈ മോഡ് എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയില്ലേടാ. നോക്കിയേ, മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഒരു വി ഷേപ്പ് ഫസ്റ്റ് ഇയർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ പഠിച്ചല്ലേ. എവിടെയെങ്കിലും ബ്രേക്ക് പോയിന്റ് ഉണ്ടോ? എവിടെയും ബ്രേക്ക് പോയിന്റ് ഇല്ല. സോ മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ജനറലി എന്ത് മനസ്സിലാക്കാൻ പറ്റും? എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ സൈൻ എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ മോഡുലസ് ഓഫ് സൈൻ എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. എക്സ് സ്ക്വയർ കണ്ടിന്യൂസാണ്, അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ, പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവും. ഇതിൽ മക്കൾ മനസ്സിലാക്കേണ്ടത്, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫ് ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും ഇഫ് ദേ ആർ ഡിഫൈൻഡ്. ആ പോയിന്റിൽ ഏത് പോയിന്റിലാണോ കണ്ടിന്യൂറ്റി പറയുന്നത് ആ പോയിന്റിൽ ഡിഫൈൻഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഷോ ദാറ്റ് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. മക്കളെ, ഈ എഫ് കോമ്പോസിറ്റ് ജി ജി കോമ്പോസിറ്റ് എഫ് ആ കോൺസെപ്റ്റ് വരുന്ന പ്രോബ്ലമാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ കേക്കിൽ കോസ് എക്സ് സൈൻ എക്സ് ടാൻ എക്സ് ഒക്കെയാണ്.
ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ കോസ് ഒരു ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ എക്സ് സ്ക്വയറോ എക്സ് ക്യൂബോ എക്സ് റേസ് ടു 4 അല്ലെങ്കിൽ സൈൻ ഓഫ് സൈൻ എക്സോ അല്ലെങ്കിൽ കോസ് ഓഫ് പിന്നെ സീക്സ് സ്ക്വയർ എക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും തന്നിട്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ മിക്കവാറും എന്തായിരിക്കും, അത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും എഫ് എന്താ മക്കളെ, എഫും ജിയും എന്താ മക്കളെ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി എന്താടാ കണ്ടിന്യൂസ് അല്ലേ. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി കണ്ടിന്യൂസ് ആണ് ഇഫ് ദേ ആർ ഡിഫൈൻഡ്. ഇത് രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ശ്രദ്ധിച്ചാട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ചെയ്യാൻ പോവാണേ. എനിക്കെന്താ മക്കളെ ആകെ അറിയാം ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും തന്നാൽ എന്നിട്ട് തന്നിട്ട് അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയാം അത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ, ഞാൻ അത് വഴി പ്രൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെടുത്തു, കോസ് എക്സ് എടുത്തു. കോസ് എക്സ് എന്താ മക്കളെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവറി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദെയർ ഡൊമെയിൻ. ഈ ഞാൻ ജി ഓഫ് എക്സിന് എന്തെടുത്തു മക്കളെ, എക്സിന് പകരം വന്ന ക്വാണ്ടിറ്റി എന്താടാ എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ എക്സിന് പകരം വന്ന ക്വാണ്ടിറ്റി എന്താക്കി എടുത്തു, ജി ഓഫ് എക്സ് ആക്കി എടുത്തു. അത് ഞാൻ എക്സ് സ്ക്വയർ വിളിച്ചു കേട്ടോ. എക്സ് സ്ക്വയർ ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, അതും എന്താ മക്കളെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം മക്കളെ എഫ് കോമ്പോസിറ്റ് ജി എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കൂലേ. ഡൗട്ട് ഉണ്ടോ? എഫ് കോമ്പോസിറ്റ് ജി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് എഫ് കോമ്പോസിറ്റ് ജി? എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ ഡൗട്ട് ഉണ്ടോ മക്കളെ? എഫ് ഓഫ് എക്സ് എന്താടാ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സാ, എഫ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ കോസ് 10ആ, എഫ് ഓഫ് 100 കോസ് 100ആ. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താ മക്കളെ, കോസ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. ഡൗട്ട് ഉണ്ടോ? കോസ് ഓഫ് ജി ഓഫ് എക്സ് ആണ്, ഇല്ലല്ലോ. അപ്പോൾ മക്കൾ പറ കോസ് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് മക്കളെ എന്ത്, എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എഫും കണ്ടിന്യൂസ് ആണ്, ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എഫ് കോമ്പോസിറ്റ് ജി ആണ് മക്കളെ എന്ത്, കോസ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്താ മക്കളെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഒന്നും കൂടെ ഈ കോൺസെപ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. Okay, show that modulus of 1 minus x plus mod x, modulus of 1 minus x plus mod x is continuous function is continuous function. Okay, എടാ നമ്മൾ സാധാരണ മക്കളെ mod x എന്നൊക്കെ അല്ലേ പറയാ അല്ലേ. അവിടെ എക്സിന് പകരം എന്താ, ഇവിടെ എക്സിന് പകരം 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് ആണ്. അപ്പോൾ മോഡുലസ് ഒരു ഫംഗ്ഷൻ അല്ലേ, ആ മോഡുലസിൻ്റെ ഉള്ളിൽ എക്സിന് പകരം വേറെ എന്തെങ്കിലും തന്നിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനാ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി എന്തായിരിക്കും, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ, ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. ഒരു ലോജിക്ക് വെച്ച് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആക്കിയെടുക്കുക. ലോജിക്ക് യൂസ് ചെയ്യുക, എളുപ്പമല്ലേടാ. ഓക്കെ മക്കളെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവട്ടോ. ഞാനേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എടുത്തു, ജി ഓഫ് എക്സ് ഈക്വൽ ടു മോഡിനുള്ളിലത്തെ ക്വാണ്ടിറ്റി എന്താടാ 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എടുത്തു. ഓക്കെ, മോഡ് എക്സ് എന്താ മക്കളെ, മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ. 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്തായിരിക്കും മക്കളെ, കണ്ടിന്യൂസ് ആയിരിക്കും കേട്ടോ, കണ്ടിന്യൂസ് ആയിരിക്കും. 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി കണ്ടിന്യൂസ് ആയിരിക്കൂലേ. അപ്പോൾ വാട്ട് ഈസ് എഫ് കോമ്പോസിറ്റ് ജി? എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? മോഡ് എക്സ് അല്ലേ. എഫ് ഓഫ് 10 മോഡ് 10, എഫ് ഓഫ് ജി ഓഫ് എക്സോ മോഡുലസ് ഓഫ് എന്താ മക്കളെ, ജി ഓഫ് എക്സ് അല്ലേ. ഡൗട്ട് ഉണ്ടോ? ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ്
വാട്ട് ഈസ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് പ്ലസ് എന്താ മക്കളെ മോഡ് എക്സ് അല്ലേ. അതായത് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് കൊടുത്തു. നോക്കിയേ പ്രോബ്ലം എന്താ മക്കളെ? പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? 1 മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്താ പ്രൂവ് ചെയ്യണം? കണ്ടിന്യൂസ് ആ പ്രൂവ് ചെയ്യണം. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ തിയറം പ്രകാരം പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. ഓക്കെ ആണ് അല്ലേ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ബോക്സ് എക്സ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇൻ്റഗ്രൽ പോയിന്റ്. താഴെ എക്സ് മൈനസ് ബോക്സ് എക്സ് ഷോ ദാറ്റ് എക്സ് മൈനസ് ബോക്സ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഓൾ ഇൻ്റഗ്രൽ പോയിന്റ്സ്. ഈ രണ്ട് പ്രോബ്ലം മക്കളെ നമുക്ക് ഗ്രാഫിക്കലിയും പ്രൂവ് ചെയ്യാൻ കഴിയും. എങ്ങനെ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയെന്ന്. അപ്പോൾ ബോക്സ് എക്സിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ, ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിന് ബ്രേക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ എന്താണ്? ആ ഫംഗ്ഷന് കണ്ടിന്യൂസ് അല്ല. ബ്രേക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് അല്ല, ബ്രേക്ക് പോയിന്റ് ഇല്ലെങ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? -2 -1 0 1 2 3 4 എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ മക്കളെ ഫസ്റ്റ് ഇയർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ഈ ബോക്സ് എക്സ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ബോക്സ് എക്സ് എന്ന് പറഞ്ഞാലേ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതാണ് ബോക്സ് എക്സിൻ്റെ ഡെഫിനിഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് 0 1 2 -1 -2 -3 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബോക്സ് ഓഫ് 0.5 കാണാൻ പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഈ 0.5 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവുക 1ൻ്റെയും 0ൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുക. അതിനേക്കാൾ ചെറിയ ഇൻറ്റിജർ ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മുടെ എക്സ് 0.5 ആണ്. അപ്പോൾ അതിനേക്കാൾ ചെറിയ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 0 ഉണ്ട്, -1 -2 -3 അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അതിൽ ഗ്രേറ്റസ്റ്റ് മക്കളെ 0 അല്ലേടാ. അപ്പോൾ ബോക്സ് ഓഫ് 0.5 എന്താണ്? 0 ആണ്. ഓക്കെ ആണോ? ഇത് നോക്കിയേ ബോക്സ് ഓഫ് 1 എന്താ? ബോക്സ് ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ അവൻ്റെ ബോക്സ് വാല്യൂ അത് തന്നെ ഈകാരം കേട്ടോ. കാരണം ഈക്വൽ ടു ഉണ്ടായത് കൊണ്ട് ഇൻറ്റിജർ ആണെങ്കിൽ ആ വാല്യൂ ഈകാരം. ഇനി ബോക്സ് ഓഫ് എന്താ മക്കളെ? നോക്കിയേ 2.5 എന്ന് പറഞ്ഞാൽ -2.5 എന്ന് പറഞ്ഞാൽ -3ൻ്റെയും എന്താ മക്കളെ? -2ൻ്റെ ഇടക്കായിരിക്കും എന്തുണ്ടാവുക? -2.5 ഉണ്ടാവുക. ഈ -2.5നേക്കാൾ ചെറിയ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ മക്കളെ -3 -4 -5 -6 അങ്ങനെ പോകും. അതിൽ വലുത് എന്താ മക്കളെ? -3 അല്ലേ. അപ്പോൾ ബോക്സ് ഓഫ് -2.5 എന്താണ്? -3 ആണ്. ഡൗട്ട് ഉണ്ടോ? ഇതാണ് മക്കളെ എന്ത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റ് ഫസ്റ്റ് ഇയറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. നമുക്ക് ഇവിടെ എന്താ ആവശ്യമുള്ളത് ചോദിച്ചാൽ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് എല്ലാ ഇൻറ്റിജർ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കിയേ. 0 1 2 3 -1 -2 -3 ഞാൻ വൃത്തിക്ക് വരയ്ക്കുന്നില്ല, വൃത്തികൾ നോട്ടിലുണ്ടാവും. നമുക്ക് ഓൾറെഡി അതിന് അപ്രോക്സിമേറ്റ് എന്താ മക്കളെ? ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടിയാൽ മതി. ഓക്കെ, ഇവിടെ വാല്യൂസ് ഉണ്ടാവും. ഇവിടെ -1 -2 അങ്ങനെ പോകും മക്കളെ. നമുക്കറിയാം സ്റ്റെപ്പായിട്ടല്ലേ മക്കളെ എങ്ങനെ പോവുക? എല്ലാ ഇൻറ്റിജർ പോയിന്റിൽ നോക്കിയേ. 0ൽ ബ്രേക്ക് വന്നു, 1ൽ ബ്രേക്ക് വന്നു, 2ൽ ബ്രേക്ക് വന്നു, 3ലും അങ്ങനെ എല്ലാ ഇൻറ്റിജർ പോയിന്റിലും മക്കളെ എന്താണ്? ബ്രേക്ക് വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ മക്കളെ ഗ്രാഫ് വൃത്തിക്ക് വരച്ച് കൊടുക്കുക? ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രം ദ ഗ്രാഫ് എങ്ങനെ എക്സാമിന് ആൻസർ ചെയ്തണ്ടേ? ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് there is a break at all integer point. അപ്പോൾ സോ എന്താ മക്കളെ? ബോക്സ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇൻറ്റഗ്രൽ പോയിന്റ്. ഓക്കെ, ഗ്രാഫ് മക്കളെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചില്ലേ? ഈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മേപ്പോട്ട് പോകുന്നല്ലേ ഈ ബോക്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് എക്സ് മൈനസ് ബോക്സ് എക്സ്. ഇത് ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി ഗ്രാഫൊക്കെ പറഞ്ഞത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഗ്രാഫൊക്കെ. സെക്കൻഡ് മക്കൾ എന്താടാ? ഷോ ദാറ്റ് എക്സ് മൈനസ് ബോക്സ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇൻറ്റിജേഴ്സ് പോയിന്റ്.
ഈ എക്സ് മൈനസ് ബോക്സ് എക്സ് ഉണ്ടല്ലടാ, ശരിക്കും ശ്രദ്ധിക്കാൻ കേട്ടോ, എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന പ്രോബ്ലമാണ്. എക്സ് മൈനസ് ബോക്സ് എക്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് അതായത് നോക്കിയേ, എക്സ് നിങ്ങൾ 1.5 കൊടുത്താലേ എക്സ് ഈക്വൽ ടു 1.5 കൊടുത്താൽ അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എന്താ മക്കളെ? 0.5 അല്ലേ? ഫ്രാക്ഷണൽ പാർട്ട് 0.5 ആണ്. അപ്പോൾ എക്സ് മൈനസ് ബോക്സ് എക്സ്, നിങ്ങൾ എക്സിന് 1.5 കൊടുത്താൽ 1.5 മൈനസ് ബോക്സ് ഓഫ് 1.5 അല്ലേ? 1.5 മൈനസ് വാട്ട് ഈസ് ബോക്സ് ഓഫ് 1.5? 1 അല്ലേ? 1.5 മൈനസ് 1.5 മൈനസ് 1 എന്താ? 0.5 അല്ലേ? ഇതല്ലേ മക്കളെ ഫ്രാക്ഷണൽ പാർട്ട് 0.5 എന്ന് പറഞ്ഞാൽ. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഒന്നുകൂടെ പറയാം. ഞാൻ എക്സ് ഈക്വൽ ടു എന്താടാ? എക്സ് ഈക്വൽ ടു ഒരു 2.1 കൊടുത്തു. അപ്പോൾ എക്സ് മൈനസ് ബോക്സ് എക്സ് ആണ്. അപ്പോൾ എക്സിന് 2.5 കൊടുത്താൽ 2.1 കൊടുത്താൽ 2.1 മൈനസ് എന്താ? ബോക്സ് ഓഫ് 2.1 ആണ്. 2.1 മൈനസ് ബോക്സ് ഓഫ് 2.1 2 അല്ലേടാ? അപ്പോൾ 2.1 മൈനസ് 2 എന്താ? ഇറ്റ്സ് എ 0.1. ഇതല്ലേ മക്കളെ ഫ്രാക്ഷണൽ പാർട്ട് 0.1. ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നോക്കിയേ, എക്സിന് നോക്കിയേ, എക്സിന് മൈനസ് 0.5 കൊടുത്താൽ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് 0.5 അല്ലേടാ? ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് എന്ത്? ഫ്രാക്ഷണൽ പാർട്ട് 0.5 ആണ്. അപ്പോൾ ഞാൻ എക്സ് മൈനസ് ബോക്സ് എക്സ് കൊടുത്തു. ഡൗട്ട് ഉണ്ടോ? എക്സിന് ഞാൻ മൈനസ് 0.5 കൊടുത്താൽ മൈനസ് 0.5 മൈനസ് എന്താ മക്കളെ? ബോക്സ് ഓഫ് എന്താണ്? മൈനസ് 0.5. നോക്കിയേ, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എന്താ മക്കളെ? മൈനസ് 0.5 എന്താ? ഇത് 0, ഇത് -1, ഇത് -2. മൈനസ് 0.5 എന്താ മക്കളെ? 0ൻ്റെയും എന്താണ്? 1ൻ്റെയും ഇടക്കുണ്ടാവും. അതിനേക്കാൾ ചെറിയ ഇതിനോടടുത്ത ഇൻഡിജർ എന്ന് പറഞ്ഞാൽ -1 അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എന്താണ്? മൈനസ് 0.5 മൈനസ് നോക്കിയേ, ബോക്സ് ഓഫ് മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ മക്കൾ എന്താടാ? -1 അല്ലേ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവില്ലടാ? അപ്പോൾ മൈനസ് 0.5 മൈനസ് ഓഫ് മൈനസ് +1 ആവും. അപ്പോൾ എന്താ മക്കളെ? 0.5 തന്നെ കിട്ടിയില്ലേ? ഇതല്ലേ മക്കളെ 0.5 ഫ്രാക്ഷണൽ പാർട്ട്? അതിന് നോക്കണ്ട, 0.5 അല്ലേ ഫ്രാക്ഷണൽ പാർട്ട്? ഓക്കെ ആണോ? ഇതാണ് മക്കളെ എന്ത്? എക്സ് മൈനസ് ബോക്സ് എക്സ്. ഇവനെ സിംപ്ലി നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയട്ടോ. അതും എന്താ മക്കളെ? എല്ലാ ഇൻഡിജർ പോയിന്റിലും ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേട്ടോ. 0 1 2 3 -1 -2 -3 1. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 0 എന്താ? എക്സിന് 0 കൊടുത്താൽ എന്താ മക്കളെ? എക്സിന് 0 കൊടുത്താൽ ഓക്കെ, എക്സിന് 0 കൊടുത്താൽ മക്കളെ ബോക്സ് എക്സ് എക്സ് മൈനസ് ബോക്സ് എക്സ് അല്ലേ? എക്സ് മൈനസ് ബോക്സ് എക്സ് ആണ്. 0 മൈനസ് ബോക്സ് ഓഫ് 0 അല്ലേ? അപ്പോൾ 0യിൽ എന്താണ്? ഫ്രാക്ഷണൽ പാർട്ട് എക്സ് മൈനസ് ബോക്സ് എക്സ്. നമ്മൾ എക്സ് മൈനസ് ബോക്സ് എക്സിന് ഗ്രാഫ് വരയ്ക്കാൻ പോകാട്ടോ. ഗ്രാഫ് ഓഫ് എക്സ് മൈനസ് ബോക്സ് എക്സ് ആണ്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1 എന്താ? എക്സിന് 1 കൊടുത്താൽ എക്സ് മൈനസ് ബോക്സ് എക്സ്. 1 മൈനസ് ബോക്സ് ഓഫ് 1 ആണ്. 1 മൈനസ് ബോക്സ് ഓഫ് 1 1 മൈനസ് 1 0 അല്ലേ? അപ്പോൾ 1ൽ എന്താ മക്കളെ? ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്? 0 ആണ്. ഇനി എക്സിന് 0.5 കൊടുത്തു നോക്കി. 0.5 ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 0.5 എന്താ? എക്സിന് 0.5 കൊടുത്താൽ 0.5 കൊടുത്താൽ മക്കളെ ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് 0.5 അല്ലേ? 0.5 ആണെങ്കിൽ 0.5, 0.1 ആണെങ്കിൽ 0.1, 0.9 എടാ 0.9 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് 0.9 എന്നല്ലേ? നമുക്കിത് വെച്ച് പ്രൂവ് ചെയ്യാൻ കഴിയും. 0.9 ആണെങ്കിൽ 0.9. അങ്ങനെ മക്കളെ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടൂലേ മക്കളെ? എന്താണ് ഇവിടെ എന്ത് വരും? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1 എന്താ? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1 0 ആദ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1ന് ഇവിടെ കറസ്പോണ്ടിങ് ആയി എന്ത് വേണം? ഒരു ഡോട്ട് വേണം അല്ലേ? ഡൗട്ട് ഉണ്ടോ? ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ 1 ഇട്ടോ. ഇവിടെ ഡോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ ഈ ലൈൻ ഇങ്ങനെ വരച്ച് പോവുകയാണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1 ആണ് എന്ന ഒരു തെറ്റായ മീനിങ് വരും. അതുകൊണ്ടാണ് ഡോട്ട് ഇട്ടത്. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1 എന്താണ്? 0 ആണ്. ഇനി ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2 എന്താ മക്കളെ? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 2 നോക്കിയേ, എക്സ് മൈനസ് ബോക്സ് എക്സ് ആണ് ഫ്രാക്ഷണൽ പാർട്ട്. 2 മൈനസ് ബോക്സ് ഓഫ് 2 മക്കളെ 0 തന്നെയല്ലേ? 2ലും 0 ആണ്, 3ലൊക്കെ 0 ആവും.
ഇനി ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1.5 നേരത്തെ പ്രൂവ് ചെയ്തല്ലേ. ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1.5, ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1.5. ഞാൻ എക്സിന് എന്ത് കൊടുത്തു? 1.5 കൊടുത്താൽ 1.5 കൊടുത്താൽ എക്സ് മൈനസ് ബോക്സ് എക്സ് ആണ്. അപ്പോൾ 1.5 മൈനസ് ബോക്സ് ഓഫ് 1.5 ആണ്. 1.5 മൈനസ് ബോക്സ് ഓഫ് 1.5 1 ആണ്. അത് മക്കളെ 0.5. അപ്പോൾ നിങ്ങൾ എന്ത് 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്കുള്ള എന്ത് കൊടുത്താലും മക്കളെ എന്താണ്? 1.2 ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് 2 ആയിരിക്കും. 1.3 ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് 0.3 ആയിരിക്കും. 1.4 ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് 0.4 ആയിരിക്കും. 1.5 ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് എന്തായിരിക്കും? 0.5 ആയിരിക്കും. അപ്പോഴും മക്കളെ എന്താണ് നിങ്ങൾക്ക് കിട്ടുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. എൻഡിൽ എന്താ മക്കൾ? ഡോട്ട് ഉണ്ടാവും. അങ്ങനെ മക്കളെ ഇങ്ങനെ ഡോട്ടായിട്ട് അങ്ങനെ ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് കോൺസെപ്റ്റ് കിട്ടിയാൽ പോരെ. എന്തുകൊണ്ട് ഈ എക്സ് മൈനസ് ബോക്സ് എക്സ് എന്താണ്? ഇൻ്റഗ്രൽ പാർട്ടിൽ ഡിസ്കണ്ടിന്യൂസ് ആയി. നോക്കിയേ, എക്സ് മൈനസ് ബോക്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോക്കിയേ 0 1 2 -1 -2. വി നോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് എക്സ് മൈനസ് ബോക്സ് എക്സ് ഈസ് ഗിവൺ. ഓക്കെ, നമുക്ക് എന്താ അറിയാം? നോക്കിയേ, എല്ലാ ഇൻറ്റിജർ പോയിന്റിലും നോക്കിയേ ഈ 1 ഇൻറ്റിജർ പോയിൻ്റ് ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് ഇല്ലേ? 2 ഇൻറ്റിജർ പോയിൻ്റ് ബ്രേക്ക് ഇല്ലേ? 3 ഇൻറ്റിജർ പോയിൻ്റ് ബ്രേക്ക് ഇല്ലേ? നോക്കിയേ -1, നോക്കിയേ -2. അങ്ങനെ എല്ലാ ഇൻറ്റിജർ പോയിന്റിലും എന്തുണ്ട്? ബ്രേക്ക് ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് ബോക്സ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്രോക്സിമേറ്റ് ഈ ഷേപ്പ് വരും. അപ്പോൾ ഫ്രം ദി ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് there is a break at all integer point. So x minus box x is discontinuous at all integral point. ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ. പെർഫെക്റ്റ് ആണോ? അപ്പോൾ കണ്ടിന്യൂറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്യാം. ഇനി ഡിഫറൻഷ്യബിലിറ്റി വളരെ ചെറിയൊരു സെക്ഷനാണ്. ഡിഫറൻഷ്യബിലിറ്റിയും കൂടെ പറയാം. ഓക്കെ, അതും എളുപ്പമാണ്. പിന്നെ നമ്മൾ ഡിഫറൻസിയേഷനിലേക്ക് എൻ്റർ ചെയ്യും കേട്ടോ. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ സിമ്പിൾ, അതായത് പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂളൊക്കെ അല്ലേ. ഇവിടെ നമ്മളതിൻ്റെ ഡെപ്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ശരിക്ക് കണ്ടിന്യൂറ്റി പറഞ്ഞാൽ ഒരു ബേസിക് സെക്ഷനാണ്. ഇത് ഡിഫറൻസിയേഷനിൽ നമുക്ക് ആവശ്യമല്ല. ഇതൊരു പാർട്ടായി ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡിഫറൻഷ്യബിലിറ്റി ചെറിയൊരു പാർട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറൻസിയേഷനിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ശരിക്കും അപ്ഡേറ്റ് ആയിട്ട് പോവുക, മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ.